സ്കൂളൊക്കെ അടയ്ക്കുന്ന സമയത്താണോ ലഞ്ച് ബോക്സായിട്ട് വന്നിരിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട, നമുക്ക് ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാമല്ലോ അല്ലേ. അപ്പോൾ ഇതിന് കൂട്ട് ഇത്തിരി അച്ചാർ മാത്രം മതി കേട്ടോ, അത്രയ്ക്കും രുചിയാണ്. അപ്പോൾ ഇപ്പം തന്നെ വീഡിയോ ഒക്കെ ഒന്ന് സേവ് ആക്കിക്കോ, നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ക്യാരറ്റും കുറച്ച് കോവയ്ക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കൈപ്പൊടി അളവിന് തേങ്ങ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കല്ലുപ്പ്, ചെറിയുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. കോവയ്ക്ക കുഞ്ഞതായിട്ട് ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്, ചീകി എടുക്കുക. നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ മനസ്സിലായില്ല, ഈ കാണുന്ന സാധനത്തിൽ നിന്ന് ഓരോ എടുക്കുക കേട്ടോ, അതാണ് ഈ ചീകി എടുക്കുക. ഇനി വെക്കുന്നതിൻ്റെ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഒരു സവോള അരിഞ്ഞത് ചേർത്തെടുക്കുന്നുണ്ട്. ഒപ്പം ക്യാരറ്റും കോവയ്ക്കും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പം തന്നെ ഉപ്പ് കൊണ്ടിടരുത്, ചതച്ച തേങ്ങയും കൂടെ ചേർത്തിട്ട് പോരാത്ത ഉപ്പാണ് ചേർക്കേണ്ടത് കേട്ടോ. എന്നിട്ട് ലേശം പൊടിയുപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ചെറു തീയിലൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളൊന്ന് തുറന്ന് ഇളക്കുക. ഇപ്പോൾ ക്യാരറ്റ് കോവയ്ക്കൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്കൊരു 3 കോഴിമുട്ട ഉടച്ചൊഴിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കുക. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ചിക്കിയെടുക്കുക. പോരാത്ത ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്തോളാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് പൊന്നിയരിയുടെ ചോറാണ് കേട്ടോ. നിങ്ങൾ ഇതന്നെ ചേർക്കണമെന്നില്ല, നിങ്ങളുടെ കയ്യിലെ മട്ടേരിയോ വെള്ളേരിയോ ഏത് ചോറാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് പൊന്നിയരി തന്നെ വേണമെന്നില്ല, ഞാൻ ചേർക്കുന്നത് പൊന്നിയരിയുടെ ചോറാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുക, അടിപൊളി ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. കോവയ്ക്കും ക്യാരറ്റും കഴിക്കാത്തവരൊക്കെ കഴിക്കും. ഓക്കെ.